ട്രംപിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ട്രംപും അമേരിക്കയും വെനസ്വേലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലായി കുറേ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് കൊളംബിയയും ഗ്രീൻലൻഡും. ഗ്രീൻലൻഡിനെതിരെ ട്രംപ് പറയുന്നത് അത് അമേരിക്കയോട് ചേർക്കും, അതിനെ തടയാൻ ഡെൻമാർക്കിന് കഴിയില്ല, ഞങ്ങൾക്കത് ആവശ്യമുള്ളതാണ്, ഞങ്ങളുടെ ദേശീയ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ ഗ്രീൻലൻഡിനെ തങ്ങൾക്ക് വേണമെന്ന രീതിയിലാണ് ട്രംപിൻ്റെ ഭീഷണി. അതോടൊപ്പം തന്നെ കൊളംബിയയിൽ ഞങ്ങൾ അധിനിവേശം നടത്തുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്ര അദ്ദേഹം പരിഹസിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അദ്ദേഹം മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും അത് അമേരിക്കയിലേക്കൊക്കെ കടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ്. വൈകാതെ തന്നെ അവിടെ ഒരു അധികാര കൈമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു സൂചന കൂടിയിട്ട് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇതിലേക്കാണ് ആദ്യം. ദാവൂദ് സാർ, നാറ്റോ സഖ്യത്തിലുള്ള ഒരു രാജ്യത്തെ ട്രംപ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? കാരണം ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ നാറ്റോ സഖ്യത്തിന് കീഴിലുള്ള ഞങ്ങളെ ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ തിരിച്ചടി അത് ഗുരുതരമായിരിക്കും എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. ഈ ഒന്നാമത് ഗ്രീൻലാൻഡ് ഒരു രാജ്യമല്ല. ഗ്രീൻലാൻഡ് ഒരു ഡെൻമാർക്ക്, അതൊരു ഒരു അർദ്ധരാജ്യം എന്ന് പറയാവുന്ന ഡെൻമാർക്ക് കിങ് ആണ് അതിൻ്റെ എന്താ പറയുക കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ഒരു സ്വയംഭരണ പ്രദേശമാണ്. നാറ്റോ സ്വാഭാവികമായിട്ടും ഡെൻമാർക്ക് നാറ്റോ അംഗമായിരിക്കും. നാറ്റോയിൽ അംഗമായിട്ടുള്ള നാറ്റോൻ്റെ എല്ലാ കവറേജും ലഭിക്കാൻ അർഹമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ സിഖി സംസാരിക്കുന്നത് നാറ്റോയുടെ ഭാഗമാണ് ട്രംപിൻ്റെ അമേരിക്കയും. അപ്പോൾ അങ്ങനെ ഒരു നാറ്റോ അംഗരാജ്യത്തിൻ്റെ കീഴിലൊരു പ്രദേശം ഞാനിങ്ങ് എടുക്കുക എന്ന് ട്രംപിന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് നമ്മൾ അത്ഭുതത്തോട് ചോദിക്കും. പക്ഷേ ഇതൊന്നും ട്രംപിന് ബാധകമല്ലെന്നേ. ട്രംപ് അധികാരത്തിൽ ഉടനെ പറഞ്ഞ ഒരു കാര്യങ്ങളൊന്ന് എന്താണ്, കാനഡയെ നമ്മളെ 51ാമത്തെ സ്റ്റേറ്റ് ആകുന്നത്. കാനഡ എന്ന് പറയുന്നത് ലോകത്തെ ഒരു മുൻനിര രാഷ്ട്രങ്ങളൊന്നാണ്. പിന്നെ G7 ഉള്ളതാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അയൽവാസിയാണ്. അതിനെ നമുക്ക് 51ാമത്തെ സ്റ്റേറ്റാക്കി മാറ്റണം എന്ന് പച്ചക്ക് പറയാണല്ലോ. അപ്പോൾ അതേമാതിരി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഡെൻമാർക്കിൻ്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു നാറ്റോ പിന്നെ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പണിയായിട്ട് പോവുകയാണെങ്കിൽ നാറ്റോ ഇല്ലാണ്ടാവും. ട്രംപിനെന്ത് നാറ്റോ? അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ICC ഞങ്ങൾക്ക് ICCയുടെ ആളുകളെ സാങ്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ്. ICCയിലെ ജഡ്ജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഈ നമ്മൾ സാമാന്യമായി കാണുന്ന അന്താരാഷ്ട്ര നിയമങ്ങളെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാലാവസ്ഥ WHO ഒന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞില്ലേ? WHO ഒന്ന് പുറത്തു പോകുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പ്രസംഗിക്കാൻ വരുന്നവരെ അറസ്റ്റ് ചെയ്യുന്നവർ പറഞ്ഞില്ലേ? UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ വരുന്നവർ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ പിന്നെ ഇന്നലെ അദ്ദേഹം നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. മോഡി മറ്റേ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്നെ ഹാപ്പിയാക്കണം, എന്നെ അൺഹാപ്പിയാക്കിയാൽ കുഴപ്പമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഹീസ് എ ഗുഡ് ഗൈ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ഹാപ്പിയാക്കുക, അങ്ങനെ എന്നെ ഹാപ്പിയാക്കുന്ന രാജ്യങ്ങൾക്ക് ഹാപ്പിയായിട്ട് നിൽക്കാം, അല്ലാത്തവർക്ക് കുഴപ്പമായിരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗുണം അതൊക്കെ പറയുകയും ചെയ്യും. ചിന്തിക്കുന്നതൊക്കെ ഇപ്പോൾ കൊളംബിയയുടെ കാര്യത്തിൽ പുള്ളി നേരത്തെ പറഞ്ഞാണ്, അത് ഞാൻ പിടിക്കും എന്ന് നേരത്തെ പറഞ്ഞാണ്, പരസ്യമായിട്ട് പറഞ്ഞാണ്. അപ്പം അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഈ ഇലക്ഷൻ കുറിച്ച് അമേരിക്കൻ ഇലക്ഷനെ കുറിച്ച് അവലോകനം ചെയ്യുന്ന ലോകത്തെ തന്നെ ഏറ്റവും ഇമ്പൾസീവ് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന പ്രവചനാതീതമായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രവചനാതീതമായ മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ ലോകത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യത്തിൻ്റെ തലവനായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കൗതുകമോ ദുര്യോഗമോ എന്ന് പറയാവുന്നത്. എന്തു തന്നെയാലും ഇതിലുള്ള ട്രംപിനെ സംബന്ധിച്ചൊരു ഗുണമെന്ന് വെച്ചാൽ ട്രംപ് ചെയ്തതിനേക്കാൾ മാരകമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയോകോൺസ് റിപ്പബ്ലിക്കൻ. ഈ നിയോകോണുകൾ ബുഷിൻ്റെ കാലത്ത് 2 ബുഷുമാരുടെയും കാലത്ത് ചെയ്ത കാര്യങ്ങൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ട്രംപ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല അവർ ചെയ്യുന്നതിന് വലിയ സൈദ്ധാന്തിക അടിത്തറകളൊക്കെ രാഷ്ട്രീയവും ജനാധിപത്യപരവുമായിട്ടുള്ള വലിയ മാനങ്ങളൊക്കെ അവർ കൊടുക്കുന്നത്. ആദ്യത്തെ ഡയലോഗൊന്നും ട്രംപ് അടിക്കുന്നില്ല. എന്നെ അവനെ ഹാപ്പിയാക്കിയില്ല, എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, വളരെ കൂൾ ആയിട്ട് അതങ്ങ് പറഞ്ഞു പോകും. അതിലൊരു കാണേണ്ട കാര്യം ഈ നിയോകോണും ട്രംപിൻ്റെ മാഗ ക്യാമ്പും പഴയ നിയോകോൺ ക്യാമ്പും തമ്മിൽ അടിസ്ഥാന വ്യത്യാസമുണ്ട്. ഈ നിയോകോണിനെ നയിക്കുന്നത് അത് ഐഡിയോളജിക്കലി ലോഡഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു. എന്നാൽ അപ്പോൾ നിയോകോണിൻ്റെ കാലത്താണ് ഇറാഖ് അധിനിവേശം നടക്കുന്നത്, അഫ്ഗാൻ അധിനിവേശം നടക്കുന്നത്. അത് അറബ്സ് അല്ലെങ്കിൽ മുസ്ലിംസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് ക്രീഡാണ് എന്ന് തന്നെ വിചാരിച്ചിരുന്ന ആളുകളാണ്. സെക്കൻഡ് ക്ലാസ് ക്രീഡാണ് അവർ, വേറെ തരം സ്പീഷീസാണ്. അപ്പോൾ
അവരുടെ നാടുകൾ പിടിച്ചെടുക്കുക, അവരെ റീഫോം ചെയ്യുക, അവരെ ഉദ്ധരിക്കുക, അവരെ മനുഷ്യരാക്കി മാറ്റുക, ഇതൊക്കെ നമ്മുടെ ദൗത്യമാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ജോർജ് ബുഷ്. ഒരു തവണ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദൈവദത്തമായ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിക്കുന്നതെന്ന് പുള്ളി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നാടുകളിലൊക്കെ പോയിട്ട് പിടിച്ചെടുക്കുന്നു, വലിയ കുഴപ്പങ്ങളുണ്ടാക്കുന്നു, ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്നു. ലേറ്റർ ഓൺ അമേരിക്കക്ക് എന്ത് സംഭവിച്ചു? $3 ട്രില്യൺ ഇറാഖിൽ ചെലവഴിച്ചത്. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അമേരിക്ക വല്ലതും നേടിയോ? അമേരിക്ക ഒന്നും നേടിയില്ല. ഇറാഖ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഏറ്റവും സ്വാധീനമുള്ളൊരു പ്രദേശമായി മാറി. ഇന്ന് ഇറാഖിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു രാജ്യം എന്ന് വെച്ചാൽ ഇറാനാണ്. അമേരിക്കയുടെ ഏറ്റവും നമ്പർ 1 അഡ്വൈസറി എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ്റെ ഒരു കളിത്തൊട്ടിലായി ഇറാഖ് മാറി. അഫ്ഗാനിസ്ഥാൻ എന്ത് സംഭവിച്ചു? അഫ്ഗാൻ ഏതാണ്ട് $3 ട്രില്യൺ ചെലവഴിച്ചു, 20 വർഷം അവിടെ യുദ്ധം ചെയ്തു, ഒരുപാട് സൈനികരെ നഷ്ടപ്പെട്ടു. അഫ്ഗാൻ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന അമേരിക്കയുടെ സർവ്വ ആയുധങ്ങളും ഈ താലിബാൻ്റെ കയ്യിൽ കിട്ടി. ചൈന അവിടേക്ക് വന്നു. ചൈനയുടെ ബാക്ക് യാർഡ് ഓഫ് ചൈന എന്ന അർത്ഥത്തിൽ ചൈനയ്ക്ക് ഏത് നിലക്കും പെരുമാറാവുന്നൊരു സ്ഥലമായി. പ്രത്യേകിച്ച് അവിടുത്തെ റെയർ എർത്ത്, ഈ ധാതു ലവണങ്ങൾക്ക് മേൽ വലിയ അധികാരം കിട്ടുന്ന, അത് എഗൻ തങ്ങളുടെ ശത്രു രാജ്യമായിട്ടുള്ള അഡ്വേഴ്സറിയുള്ള ചൈനയ്ക്ക് അഫ്ഗാനിൽ എങ്ങനെയും പെരുമാറാൻ പറ്റുന്ന അവസരം സൃഷ്ടിച്ചു, ഇത്രയും $1 ട്രില്യൺ ചെലവഴിച്ചിട്ട്. അപ്പോൾ അത് എന്താണ് ഈ ചങ്ങായിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലായിടത്തും പോയി കയറുക, അടിക്കുക, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇടപെടുക, എന്നിട്ട് നമ്മൾ ഡോളർ നഷ്ടപ്പെടുത്തുക, ലോകം മുഴുവൻ നമ്മൾ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. ആ പരിപാടി അവസാനിപ്പിക്കണം, ഡിസെൻഗേജ് ചെയ്യണം, ഈ ജാതി അലമ്പുകളിൽ നിന്ന് ഡിസെൻഗേജ് ചെയ്യണം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഫോർ ദാറ്റ് അമേരിക്ക ഫസ്റ്റ്. അമേരിക്കയുടെ കാര്യത്തിലാണ് നമ്മൾ, ഇതാണ് ഇങ്ങേരുടെ ഐഡിയോളജിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അമേരിക്കയ്ക്ക് ഗുണം കിട്ടുക. അപ്പോൾ വെനസ്വേല ഇപ്പോൾ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തോടുള്ള എന്ത് എതിർപ്പും അങ്ങനെയൊന്നുമല്ല. വെനസ്വേല എന്ന് പറഞ്ഞാൽ ലോകത്തിന് 18% ഓയിൽ റിസർവ് അവിടെയാണ്. അതവിടെ കിടക്കുകയാണ്, അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 8% ലോകത്തെ ഓയിൽ പ്രൊഡക്ഷൻ്റെ 8% മാത്രമേ വെനസ്വേലയിൽ നിന്നുള്ളൂ. അത് തന്നെ ഓയിൽ സെയിൽസിൻ്റെ കാര്യം നോക്കി അതിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുകയാണ്. എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? നമ്മുടെ അത്യാവശ്യം ബോംബുകളൊക്കെ കൊണ്ട് പോയി പിടിച്ചുകൊണ്ടോ, അവനെ പിടിച്ചുകൊണ്ടോന്ന് പറയുന്നു, പോയി പിടിച്ചുകൊണ്ട് അതിന് പറ്റിയൊരു ലീഗൽ ഫ്രെയിം വർക്ക് അതുണ്ട്. 2020 ഇദ്ദേഹത്തെ ഇൻഡക്റ്റ് ചെയ്തുകൊണ്ടുള്ള ന്യൂയോർക്കിലൊരു കോടതിയുടെ ഇതുണ്ട്, പിടിച്ചുകൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ശക്തിയാണ് അമേരിക്ക. അമേരിക്ക ആ നിലക്കുള്ള മിലിറ്ററി മൈറ്റുണ്ട്. പക്ഷേ ആ മിലിറ്ററി മൈറ്റുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ മിലിറ്ററി മൈറ്റ് കൊണ്ട് മാത്രം അവരെല്ലായിടത്തും വിജയിച്ചിട്ടില്ല. ഇറാഖിൽ നിന്ന് അവർക്ക് പോരേണ്ടി വന്നു, അഫ്ഗാനിസ്ഥാൻ നാണം കെട്ട രീതിയിൽ പോരേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും അമേരിക്ക അങ്ങനെ പെരുമാറാനുള്ള ആ ഒരു ശേഷിയുണ്ട്. അതിനെ പറ്റിയ ഒരു കൻഡ്യൂസീവ് അറ്റ്മോസ്ഫിയറും ലോകത്തുണ്ട്. ഇപ്പം നാളെ ഇതിനെ പിടിച്ചു കൊണ്ടുവരണം, ഇതിനെ ചേർക്കണം, ഗ്രീൻലാൻഡിനെ ചേർക്കണമെന്ന് ഇവർ തീരുമാനിക്കുകയാണെങ്കിൽ അത് നടക്കുകയൊക്കെ ചെയ്യും. നടക്കുമെന്ന് പറയുമ്പോൾ ഈ വെനസ്വേലയിൽ നിന്ന് മദൂറോയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം അമേരിക്കയിലെ അവിടുത്തെ സൈനിക തലവൻ്റെ ഭാര്യ കീത്ത് മില്ലർ എന്താണ് അവരുടെ പേര്, അവർ ട്വിറ്ററിലൊരു പടം, എക്സിലൊരു പടം ഷെയർ ചെയ്യുന്നുണ്ട്. ഗ്രീൻലാൻഡിൻ്റെ മാപ്പാണ്, അത് മൊത്തം അമേരിക്കൻ പതാക കൊണ്ട് മൂടിയിരിക്കുകയാണ്. നെക്സ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില്ലറക്കാരിയല്ല, അവിടുത്തെ സൈനിക ഉപമേധാവിയുടെ ഭാര്യയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരുപക്ഷെ അതിൻ്റെ പ്ലാനുകൾ നടക്കുന്നുണ്ടാകും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കേട്ടോ ഗ്രീൻലാൻഡ്. കാരണം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് ബേസ് അവിടെയുണ്ട്. ആ സ്പേസ് ബേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളെയും ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബേസ് എടുക്കുന്ന സ്ഥലം നമ്മുടെ തന്നെ ആയിക്കോട്ടെ എന്ന് അവർ വിചാരിക്കാം. പിന്നെ ഇനി വരാനിരിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ റെയർ എർത്തിൻ്റെ ശേഖരം, അൺടാപ്ഡ് റെയർ എർത്ത്, അതും വലിയ തോതിൽ, അതിൻ്റെ റിസർവ് വലിയ തോതിലുള്ളൊരു ഏരിയയാണ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ്. പക്ഷേ കുറച്ച് മനുഷ്യർ, 55,700 അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇത്രയും ലോകത്തെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞൊരു പ്രദേശം, ഇത്രയും മിനറൽസ് ഉള്ളൊരു പ്രദേശം, അതിങ്ങനെ ചുമ്മാ കിടക്കുന്നതിനാണ് ട്രംപ് ആലോചിക്കും. ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഗ്രീൻലാൻഡിനെ ചേർക്കുന്നല്ല, അതിനെ പിടിച്ചെടുക്കുന്നല്ല, അത് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാവുന്നതാണ്. അത് റിയൽ എസ്റ്റേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നു. പക്ഷെ അതിനെതിരായിട്ടുള്ള എങ്ങനെയാണ് ഇത് തടയാൻ പറ്റുക വെച്ചാൽ അങ്ങനെ തടയണമെങ്കിൽ ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു ശാക്തിക ഒരു പവർ ഫോമേഷൻ ലോകത്ത് നടക്കണം. അങ്ങനെ നടക്കുന്നില്ല. ഇപ്പം വെനസ്വേലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം എടുത്തു നോക്കാം. ഇന്ത്യയുടെ പ്രതികരണം എന്താണ്? ഇന്ത്യയുടെ പ്രതികരണത്തിൽ അമേരിക്ക എന്നൊരു വാക്കില്ല കേട്ടോ. അമേരിക്ക എന്നുള്ളൊരു വാക്കില്ല. അതെ, CPM പ്രതികരണം പോലെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ അമേരിക്കയെ പേടിച്ചുകൊണ്ടൊന്നുമല്ല. ഇന്ത്യ എന്ന് നോക്കുന്നത്, ഇന്ത്യക്ക് കുറേ ഇൻട്രസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ വെനസ്വേലയിൽ അമേരിക്ക കയറിയത് ഇന്ത്യക്ക് വേറെ നിലക്ക് ഗുണമാണ് എന്ന നിരീക്ഷണമുണ്ട്. അത് വാലിഡായിട്ടുള്ളൊരു നിരീക്ഷണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ ONGCക്ക് കുറേ സ്റ്റേക്ക് ഉണ്ട്, അത് അവിടെ ചുമ്മാ കിടക്കുവാണ്. അതൊക്കെ ഒന്ന് റിലീസായി കിട്ടും. കാരണം അമേരിക്ക
വരികയും ഈ പറയുന്ന ഓയിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ONGCയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വെറുതെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത രാജ്യമാണ് ഗയാന. ഈ ഗയാനയുടെ പ്രത്യേകത ഇന്ത്യയുമായിട്ട് സാംസ്കാരിക ബന്ധമുള്ള രാജ്യമാണ്. നമ്മുടെ മോഡി അധികാരത്തിൽ വന്ന ഉടനെ ഞാൻ നോക്കുന്നു അവിടെ പോയിട്ടുണ്ട്. 30% ഇന്ത്യൻ വംശജരുള്ള രാജ്യമാണ്. ഒരു ഇന്ത്യൻ വംശജനാണ് അവിടുത്തെ പ്രസിഡന്റ് തന്നെ. ഒരു യു പി എന്ന് പോയൊരു അതിൻ്റെ ഒരു ഡിസൻഡർ ഇർഫാൻ അലി എന്ന് പറഞ്ഞിട്ടൊരാളാണ്. ഇദ്ദേഹം മോഡിയും കൂടി അവിടെ ആ രാജ്യത്തിൻ്റെ പ്രത്യേകത, അത് ലോകത്ത് ഈ പറയുന്ന എണ്ണ ഉൽപ്പാദന രംഗത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യ വലിയ തോതിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വെനീസുലയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രത്യേകിച്ച് ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകൾ. അതൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇന്ത്യ അതിനെ കാണുന്നത്. അതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ താല്പര്യമാണ്. ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്ന് വെച്ചാൽ നേരത്തെ ലോകത്തുള്ളതുപോലെ ഒരു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്, അമേരിക്കയുടെ ഒരു ബ്ലോക്ക്, അപ്പുറത്തിന് ചേരാതെ വേറെ അങ്ങനെയൊന്നുമില്ല. ഓരോ രാജ്യങ്ങളും അവരുടെ ഐസൊലേറ്റഡ് ഇൻട്രസ്റ്റ്, ഓരോ പ്രദേശങ്ങളും ഓരോ വിഷയങ്ങളിലും ഐസൊലേറ്റഡ് ഇൻട്രസ്റ്റുകളുമായിട്ടാണ് നീങ്ങുന്നത്. അപ്പം ഒരു യൂണിഫൈഡ് ബ്ലോക്ക് എഗൻസ്റ്റ് അമേരിക്കൻ ഇമ്പീരിയലിസം എന്നൊക്കെ പറയുന്ന സാധാരണ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില പദാവലികളുണ്ട്. ആ നിലക്കുള്ള ഒരു യൂണിഫൈഡ് ബ്ലോക്കൊന്നും അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരാൻ പോകുന്നില്ല. റഷ്യക്ക് അതിനുള്ള പാങ്ങില്ല, ചൈനയ്ക്ക് അതിനുള്ള താല്പര്യമില്ല. ചൈനയ്ക്കും അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റുകൾ മുന്നോട്ട് അതിനെ ഫർദർ ചെയ്യുക എന്നുള്ളതല്ലാതെ ആ എക്കണോമിക് ഇൻട്രസ്റ്റിന് തടസ്സം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായാലും അതിനോട് നേരിട്ട് കോൺഫ്രണ്ട് ചെയ്യാൻ പോലും ചൈന പോവില്ല. അവർ ബൈപ്പാസ് അടിക്കും. അവർ വേറെ വഴിയിലൂടെ പുതിയ അവന്യൂസ് കണ്ടെത്തുക എന്നുള്ളതല്ലാതെ അവരുടെ ഇൻട്രസ്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ലോകത്തിന് ഏതെങ്കിലും ഭാഗത്തുണ്ടായെന്ന് വിചാരിക്കുക, അതിനോട് നേരിട്ട് കോൺഫ്രണ്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തി പോവുക, അതല്ല ചൈന നയിക്കുന്നത്. ടേക്ക് അനദർ റൂട്ട് എന്നുള്ളതാണ്. അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഫർദർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഇങ്ങനെ സാമ്രാജ്യത്തെ ദുരയുമായി ലോകം മുഴുവൻ പാഞ്ഞു നടക്കുന്നു, അതിനെതിരായ ഒരു ഐക്യമുന്നണി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളൊരു കാലമല്ല സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ അവരുടെ തന്നെ ബ്ലോക്കുകൾ ഫ്രിക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ഗ്രീൻലാൻഡിനെ ഇവർ പിടിക്കാമെന്ന് വിചാരിക്കുക. അമേരിക്കയുടെ തന്നെ നേതൃത്വത്തിൽ സ്ഥാപിച്ച നാറ്റോ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു മിലിറ്ററി അലയൻസ് ആണത്. അതിനെ തുരങ്കം വെക്കുന്ന പരിപാടിയായിരിക്കും. അതിനകത്ത് തന്നെയുള്ള വിള്ളലുകളല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു യൂണിഫൈഡ് ബ്ലോക്ക് അന്താരാഷ്ട്രീയ തലത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കാരണം വെനസ്വേല നമ്മുടെ മുമ്പിലുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. അതിന് തൊട്ട് മുമ്പ് തന്നെ ട്രംപിൻ്റെ ഭീഷണികൾ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്കെതിരായിട്ട് വരികയാണ്. ചൈന പറഞ്ഞൊരു പ്രസ്താവന കൂടിയിട്ടുണ്ട്, അങ്ങനെ ലോക പോലീസ് ആകാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞ്. അത് അമേരിക്കയ്ക്കെതിരെയാണെന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. മൊത്തത്തിൽ എങ്ങനെയാണ് ഈ ഒരു ലോകക്രമത്തെ കൂടി കാണുന്നത്? അമേരിക്കക്ക് ആർക്കുമെതിരെ എന്തും പറയാം, എന്തും ചെയ്യാമെന്നൊരവസ്ഥ. ഇല്ല, അമേരിക്കയിലെ ഇപ്പോഴത്തെ ഈ ഡെവലപ്മെൻറ്റ് ട്രംപ് ഇനീഷ്യേറ്റ് ചെയ്തെന്ന് ഒഴിച്ചു നിർത്തിയാൽ ട്രംപിൻ്റെ മാത്രമായ ഒരു താല്പര്യം എന്ന നിലയ്ക്ക് ഇതിനെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അമേരിക്കയ്ക്ക് ദീർഘകാലമായ പലതരത്തിലുള്ള ആഗ്രഹ പദ്ധതികളുണ്ട്. അത് അവർ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു പല പ്രസിഡന്റുമാരുടെ കാലത്ത്. അതിപ്പോൾ ഏത് പ്രസിഡൻ്റായാലും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ഓരോ രാജ്യങ്ങളെ സംബന്ധിച്ചും പ്രദേശങ്ങളെ സംബന്ധിച്ചൊക്കെ പ്ലാനും ഒക്കെ പദ്ധതികളും ഉണ്ട്. അതവർ നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രീൻലാൻഡിൻ്റെ കാര്യം, ഗ്രീൻലാൻഡ് എന്ന് വെച്ചാൽ നൂറ്റാണ്ട് മുമ്പ് തന്നെ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള സംഗതിയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മിലിറ്ററി പോയിൻ്റായിട്ട് അവർ കരാറുണ്ടാക്കിയിട്ട് ഒരു സെൻറ്റർ സ്ഥാപിച്ച സ്ഥലമാണിത്. അപ്പോൾ അവർക്ക് നേരത്തെ ദൗസായി പറഞ്ഞ പോലെ അവിടെ ഈ പറഞ്ഞ ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ പഠന സംഗതികൾ, അങ്ങനെ പലതരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അവർ കാണുകയും, നമുക്ക് ഹാരി ട്രൂമാൻ്റെ കാലത്ത് അവരത് വാങ്ങിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് അത്രയും ആവശ്യം അതിനെക്കുറിച്ചുണ്ടായിരുന്നു. ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണത്. അവിടെയാണ് ഇപ്പം റഷ്യയുമായിട്ടുള്ള സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഒരു വാർ ഫ്രണ്ടിൽ സോവിയറ്റ് യൂണിയൻ്റെ മിസൈലുകളെ നേരത്തെ തിരിച്ചറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഒപ്പം പട്ടാളവുമായി ബന്ധപ്പെട്ട പരീക്ഷണ കേന്ദ്രങ്ങൾ, നാസയുമായി ബന്ധപ്പെട്ടുള്ള പര്യവേഷണം നടത്തുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് കുറേ അധികം കാലമായി അമേരിക്ക കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ്. അമേരിക്കയ്ക്ക് ഒരിക്കലും അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല. അപ്പോൾ അമേരിക്ക അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തുമുള്ളൊരു കോമൺ റീസൺ നമുക്ക് അവിടെയും കാണാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞ ധാതു ലവണങ്ങളുടെ ഭയങ്കരമായ നിക്ഷേപമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് കൈക്കലാക്കുകയാണെങ്കിൽ, അതിപ്പോൾ നോക്കൂ, ധാതു ലവണങ്ങളുടെ ഏറ്റവും കൂടുതൽ നിക്ഷേപത്തിൻ്റെ അതിൻ്റെ സാധ്യതകളെ ഇപ്പോൾ ഈ പുതിയ കാലം ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. അതിലേറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഒരു നേട്ടം ഉണ്ടാക്കുന്ന രാജ്യം എന്ന് വെച്ചാൽ ചൈനയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ധാതു ലവണങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ് കയറ്റുമതി എന്ന് പറഞ്ഞാൽ 80% കൈയാളുന്നത് ചൈനയാണ്. ആ ചൈനയുടെ ആധിപത്യത്തെ തകർക്കാൻ കഴിയും വിധത്തിലുള്ള ധാതു ലവണങ്ങളുടെ വലിയ ശേഖരമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഗ്രീൻലാൻഡ്. കിട്ടിയാൽ പുളിക്കോ? ഇല്ല. പിന്നെ
കോപ്പർ, നിക്കല്, ഗോൾഡ്, ഈ പറഞ്ഞ സംഗതികളുടെ വലിയ കമ്പനീയമായ ശേഖരമാണത്. 2 ഓയിലും ഗ്യാസും വലിയ തോതിലുണ്ട് എന്ന് അവരുടെ പര്യവേഷണങ്ങളിൽ അമേരിക്കൻ ഏജൻസീസ് കണ്ടെത്തിയതായി പറയപ്പെടുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഇതിനെ കൈയടക്കുക എന്ന് പറയുന്ന ഒരു ത്വരയിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. 2 ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗ്രീൻലാൻഡ് പ്രത്യേകത ഐസ് മൂടിയ ഒരു സ്ഥലം. ഏതാണ്ട് ഒരു വർഷം ഏതാണ്ട് 8, 9, 10 മാസം വരെയൊക്കെ ഐസ് ബ്ലോക്സ് പോലെ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാലാവസ്ഥാ വ്യതിയാനം വരുന്നു, അപ്പോൾ അവിടെ മഞ്ഞുരുകുമ്പോൾ സംഭവിക്കാമെന്ന് വെച്ചാൽ പുതിയ ജലപാതകൾ രൂപപ്പെടും. അപ്പോൾ ഒരു ആർട്ടിക് റൂട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരു ആർട്ടിക് റൂട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ അത് റഷ്യയും ചൈനയും നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആർട്ടിക് റൂട്ട്സിലുള്ള ആധിപത്യത്തിന് ചെക്ക് വയ്ക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ബദലുണ്ടാക്കാനോ കഴിയും. ഇപ്പോൾ അവിടെ ഒരു റൂട്ട് കിട്ടിയാൽ ഇപ്പം അമേരിക്കയ്ക്ക് ഏഷ്യയുമായിട്ടുള്ള സഞ്ചാരത്തിൽ 30 to 40% ദൂരം പോലും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പലതരത്തിൽ സാമ്പത്തികമായും സ്ട്രാറ്റജിക്കലി ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ സാമ്പത്തികമായി അമേരിക്കയെ ഭയങ്കരമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകമാണ്. പിന്നെ ഈ പറഞ്ഞ ആർമി, പട്ടാളം എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഈ പട്ടാള ശക്തിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. എല്ലാ അർത്ഥത്തിലും അമേരിക്ക ആവശ്യമുള്ള സ്ഥലമാണ്. അമേരിക്ക അത് വിടുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡെൻമാർക്ക് ഞങ്ങളുടെ സ്വയംഭരണ പ്രദേശമാണ്, അവിടെ കയറി ആക്രമിക്കാനൊന്നും പറ്റില്ല, ആക്രമിച്ചാൽ ഇതിനും നിക്കോളാസ് മദുരോ അതുപോലെ വർത്തമാനം പറഞ്ഞ ആളാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും, നാറ്റോ എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ ഇല്ലാതാകുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അത് അമേരിക്ക അനക്സ് ചെയ്താൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാൻ പോകുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഡെൻമാർക്കിന് ഡയറക്റ്റ് ആക്രമിക്കുകയല്ല, 60,000-ോ 50,000-ോ പരിസരത്ത് മാത്രമേ ഉള്ളൂ അവിടെ ജനസംഖ്യ. അമേരിക്ക അവർക്ക് ഈസിയായിട്ട് പൗരത്വം കൊടുത്ത് അവരെ കൂട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഏരിയ പിടിച്ചെടുക്കാമെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അത്യാവശ്യമുള്ളൊരു സ്ഥലമാണത്. അതുകൊണ്ട് അമേരിക്ക അതിലേക്ക് കടക്കുമെന്ന് തന്നെ സാധാരണ നിലയ്ക്ക് വിചാരിക്കണം. പൈസ ആവശ്യമുള്ള സ്ഥലത്ത് നിന്നെല്ലാം അമേരിക്ക എടുക്കുകയും അമേരിക്ക അങ്ങനെ ഗ്രേറ്റ് അഗെയിൻ ആക്കാനാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കണം. അതുകൊണ്ട് അത് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത് വലിയൊരു സീരിയസ് ഡിസ്കഷനായിട്ട് വരികയും അമേരിക്കൻ ആർമി ഒഫീഷ്യൽസ് ഓർ പെൻറ്റഗണിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ, അമേരിക്കൻ ആർമി നിരീക്ഷകരൊക്കെയും അത് സമീപഭാവിയിൽ സംഭവിക്കാൻ പോവാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ സാമ്പത്തിക താല്പര്യങ്ങളും സ്ട്രാറ്റജിക് താല്പര്യങ്ങളും നിലനിൽക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെയും റഷ്യയ്ക്കും ചൈനയ്ക്കും വലിയ തോതിലുള്ള ആഘാതം ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് എന്ന നിലയിലും അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് വിചാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, എന്തായാലും ട്രംപിൻ്റെ ഈ ഭീഷണികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയണം. അതോടൊപ്പം തന്നെ കൊളംബിയയുടെയും ഗ്രീൻലാൻഡിൻ്റെയും ഭാവി എന്താവുമെന്നും നമുക്ക് കണ്ടറിയാം.